റെഡാണ് ഞാൻ കൊടുക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ബ്രഷ് കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് ഇത് കൊടുത്തു. അടുത്ത് നമ്മൾ മജന്ത കളർ കേട്ടോ, ഈ കളറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഈ കളർ കൊടുത്തു. അടുത്ത് നമ്മൾ ഓറഞ്ച്, 3 കളർ കൊടുത്തു. ഉണ്ടല്ലേ, ഇങ്ങനെ നമ്മൾ ഓരോ കളിക്ക് ഇത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതേക്ക് ഒരു ഭാഗം നമ്മൾ കൊടുത്തിരുന്നു കേട്ടോ. ഏറ്റവും മുകളിലുള്ളത് നമ്മൾ പറഞ്ഞപ്പോൾ 3 കളർ കൊടുത്തുകൊണ്ടല്ലേ ചുറ്റും കൊടുത്തു. ഇനി നമ്മൾ അത് തന്നെയാണ് ഇവിടെ താഴ്ത്തും കൊടുക്കുന്നത്. ഇത് തന്നെ കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഇതിൽ പറഞ്ഞ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോരോ കളറ് സ്ഥലത്ത് നമ്മൾ കൊടുക്കണം നല്ല ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മളിതേക്ക് ആ കഴുത്തിൻ്റെ വർക്ക് നമ്മൾ കൊടുത്തുകൊണ്ട് നോക്കി നമ്മൾ കൊടുത്തുള്ളത്. ഈ ഡിസൈൻ നമ്മൾ ഇതുവരെ കൊടുത്തത് ഉണ്ടോ. ഇനി നമ്മൾ അടുത്ത് കൊടുക്കാൻ പോകുന്നത് ഈ വർക്കാണ്. ഇവിടുത്തെ വർക്ക് കൊടുക്കണം ഉണ്ടോ. ഓക്കെ, നമുക്കത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വർക്ക് അധികം കൊടുത്തു കണ്ടില്ലേ. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് കൊടുക്കുന്നത് കണ്ടില്ലേ. ഇവിടെ നമ്മൾ ഗ്രീനാണ് ഇട്ട് കൊടുക്കണേ ഉണ്ടോ. നമ്മളിവിടെ നീല കൊടുത്തു, ഗ്രീനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ, കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതിൻ്റെ ഇവിടെ ഒരു ലൈൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ 2 ലെയറാണ് കണ്ടില്ല. ഇവിടെ ഒരു ലെയറുണ്ട് ഇങ്ങനെ കണ്ടില്ലേ, ബട്ടണ്. ആ റിങ് നമ്മൾ ഗ്രീനാണ് കൊടുക്കണം. പക്ഷേ അതിക്ക് മുമ്പ് തന്നെ നമ്മൾ ഇതിനൊക്കെ ഒരു ഔട്ട്ലൈൻ കൊടുത്താൽ കുറച്ചും കൂടി ഭംഗി കൂടും. അപ്പോൾ ഒരു ബ്രൗൺ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനിവിടെ ഗ്രീനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കാം എന്തായാലും. ഓക്കെ, ആദ്യം നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം എന്നാ. അല്ല കണ്ടില്ല, ഇവിടെ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്ത് ഇതുപോലെ എല്ലായിടത്തും ഔട്ട്ലൈൻ കൊടുക്കണം കേട്ടോ. ഔട്ട്ലൈൻ കൊടുത്താൽ നല്ല ഭംഗിയായി കിട്ടും. ഇതിനൊക്കെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഗ്രീൻ കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഗ്രീൻ കൊടുക്കാൻ പോകണം. അടുത്ത് ഈ ഫ്ലവറാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓരോ കളർ സെലക്ട് ചെയ്ത് ഫ്ലവർ ചെയ്യും. ഇപ്പം നമ്മൾ ഇവിടെ ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ നമ്മൾ മഞ്ഞ അവിടെ യെല്ലോ ആണ് കൊടുക്കാൻ പോകണം കേട്ടോ. നമ്മൾ മഞ്ഞ യെല്ലോ, അതായത് മഞ്ഞ സെൻറ്റർ പൂവിൻ്റെ കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. നമുക്ക് റെഡിന് കൊടുക്കാം. കണ്ടേ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് റെഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡ് കൊടുക്കണം കേട്ടോ. ഇതിൽ നമ്മൾ ഇതിന് ശേഷം നമുക്ക് കഴിഞ്ഞ ശേഷം എതിലിന് തിരിക്കാൻ ഒരു കളറ് കൊടുക്കണം കേട്ടോ. ഒരു യെല്ലോ തന്നെ നമുക്കിട്ട്
യെല്ലോ കൊണ്ട് തന്നെ റെഡിന് തിരിക്കാം, ഈ അതിന് തിരിക്കാം നമുക്ക്. ഇപ്പം നമ്മളിത് റെഡ് എല്ലാ ഫ്ലവർ കണ്ട റെഡിൻ്റെ ഒരു പകുതി പൂവ് നമ്മൾ വരച്ച് കഴിഞ്ഞില്ലേ, അത് കൊടുത്തു കഴിഞ്ഞു. നോക്കി കണ്ടല്ലേ, എന്താ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഏതെല്ലാം കൂടി നമുക്ക് തിരിക്കാണ്ട്, അപ്പോൾ ഒരു ഔട്ട്ലൈൻ കൊണ്ട് ഉള്ളിൽ നിന്ന് സൂര്യൻ പോലെ എടുത്തിട്ട് ഏതെല്ലാം തിരിക്കണം പതിയൊന്ന് കേട്ടോ. അപ്പം നമുക്ക് അത് ക്ലിയർ ചെയ്യാം. അപ്പം നമ്മൾ വർക്ക് കഴിഞ്ഞു കേട്ടോ. ഉള്ളിൽ നമ്മൾ ഒന്ന് ഏതെല്ലാം ഒന്ന് തിരിച്ച് ഉണ്ടോ, ആ യെല്ലോ കൊണ്ട് തന്നെ മഞ്ഞ കൊണ്ട് തന്നെ നമ്മൾ ഏതെല്ലാം തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകണ്ട, ഇതിലേക്ക് നമ്മൾ ഗ്രീനാണ് കൊടുക്കാൻ പോകണത് കേട്ടോ. എന്താ ഈ കളർ, ഈ സെയിം കളർ തന്നെ. ഗ്രീൻ കണ്ടില്ലേ, ഗ്രീൻ കൊടുത്ത് കഴിഞ്ഞു കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടത് ഓറഞ്ചാണ്. ഓറഞ്ച് കൂടെ കൊടുക്കാൻ പോവാം ഉണ്ടാ. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഈ ഗ്യാപ്പുകളാണ്. ഈ അവിടെ ഓറഞ്ച് കൊടുത്തു, ഗ്രീനും കൊടുത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ പർപ്പിളിൻ്റെ ഈ കളർ കൊടുക്കണം, മജന്താന്ന് പറഞ്ഞ കളർ കേട്ടോ. ഇതാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ കളർ നമ്മൾ അടിച്ചു കഴിഞ്ഞു. അതായത് മജന്ത എന്ന് പറഞ്ഞ കളറാണ് കേട്ടോ. ഇത് അടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഈ ചെക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ 2 കളറിട്ട് ചെയ്യാൻ പോണത് എന്നാ. നമ്മളിപ്പോൾ ഈ ഭാഗം കൊടുക്കണം കേട്ടോ. ഈ പ്രോഗ്രാം ഇതിൻ്റെ തന്നെ വലിയ പ്രോഗ്രാം ഏറ്റവും അടിയിരിക്കുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. ഈ കളർ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സെയിം കളർ തന്നെ ചെയ്യണം. പെയിൻറ്റിങ് നമ്മളിപ്പോൾ സാധാരണ ഇങ്ങനെ വെച്ച് പെയിൻറ്റ് ചെയ്യും. അത് പക്ഷേ ഈ താഴ്ത്തിക്ക് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ അപ്പുറത്തേക്ക് മായാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇടുന്നതിന് വെച്ചായിരിക്കും കൈകൊള്ളാൻ. നമുക്ക് ഇങ്ങനെയും വെച്ച് നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇവിടെ ഉണങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സൗകര്യമായിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ ഇരുന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. നമ്മളിത് മുകളിലത്തെ വർക്ക് തന്നെയാണ് നമ്മളിത് കണ്ടില്ലേ, ഇവിടെ താഴ്ത്തി ഇതാകുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു കോട്ടാണ് അടിച്ചിട്ടുള്ളത്, ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നിങ്ങളുടെ സമയം പോലെ ഒരു കോട്ടും കൂടി ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കവറിങ് നമുക്ക് കിട്ടും. ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം.